ഹലോ നമസ്കാരം. ഒരു കിടിലം റൊമാൻറ്റിക് ഫീൽ ഗുഡ് സിനിമ വൺസ് മോർ. അർജുൻ ദാസ്, അദിതി ശങ്കർ, സോന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി നവാഗതനായിട്ടുള്ള വിഘ്നേഷ് ശ്രീകാന്ത് സംവിധാനം ചെയ്ത ചിത്രം. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, ചിത്രത്തിൻ്റെ പോസിറ്റീവ് ഘടകങ്ങളാണ് എനിക്ക് കൂടുതൽ പറയാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിൽ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സിനിമയോട് ചെയ്യുന്ന ഒരു ഇതായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നത് ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു ക്രിഞ്ച് സാധനമാണ്. പക്ഷേ ആ പ്രണയത്തെ വളരെ മനോഹരമായി തന്നെ സ്ക്രീനിൽ ആവിഷ്കരിക്കുവാൻ സംവിധായകൻ ഇതിൻ്റെ തിരക്കഥയിലൂടെ ശ്രമിക്കുന്നുണ്ട്. മില്യൺ ഡോളർ സ്റ്റുഡിയോസ് നിർമ്മിച്ച ഈ ചിത്രത്തിലെ കഥയിലേക്ക് നോക്കിയാൽ എപ്പോഴും ഗൗരവക്കാരനായിട്ടുള്ള, ആരോടും അധികം സംസാരിക്കാത്ത ഒരു നായകൻ. അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി കണ്ട് പ്രണയം തുറന്നു പറയുന്ന ആദി ആ, അദിതി ശങ്കർ, ആ കഥാപാത്രം തുടർന്ന് വിവാഹ നിശ്ചയം വരെ കാര്യങ്ങൾ എത്തുന്നു. എന്നാൽ അതിനിടയിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. നായകൻ കോളേജ് കാലഘട്ടത്തിലെ പഴയ ആ ഒരു പ്രണയമൊക്കെ സിനിമ സംസാരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് കഥ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ഈ കോളേജ് ലൈഫിലൊക്കെ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രണയം നമ്മളെ ഒരുപാട് ഹോൾഡ് ചെയ്യാറുണ്ട്. ആ ഒരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവനും നമ്മളെ പിന്തുടരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രണയമായിരിക്കും. ചിലപ്പോൾ അത് ബ്രേക്കപ്പ് ആകും. പക്ഷേ പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രണയം ഉണ്ടല്ലോ, നമ്മുടെ ജോലിയൊക്കെ നേടി കിട്ടുന്ന ഒരു പ്രണയം. ആ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ സ്വല്പം കൂടെ സീരിയസ് ആണ്. അതിൽ പക്വതയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ഈ 2 കാലഘട്ടങ്ങളിലെ പ്രണയങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും അവയുടെ ആഴവും വളരെ ഭംഗിയായിട്ട് സിനിമ വരച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഹൃദയം സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെയും പ്രണവ് മോഹൻലാലിൻ്റെ ആ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വൺസ് മോർ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും കിടിലം ഒരു സാധനം. ഒരു ഫീൽ തന്നെയാണ് ഈ ചിത്രം തരുന്നത്. ഒരു പ്രത്യേക ഒരു ഫീൽ. അതുപോലെ തന്നെ തമിഴിലും മലയാളവും, അല്ലെങ്കിൽ തമിഴിനും മലയാളികളും തമ്മിലുള്ള സംസ്കാരങ്ങൾ തമ്മിലുള്ള ആ ഒരു ചേരുന്ന സിനിമ കാണിച്ചു തരുന്ന, മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഓട്ടോഗ്രാഫ്, അല്ലെങ്കിൽ ഗൗതം വാസും മേനോന്റെയും അതോടൊപ്പം തന്നെ ചിമ്പുവും തൃഷയും നമ്മുടെ ആലപ്പുഴയെ പശ്ചാത്തലമാക്കി ആയിട്ടുള്ള ഒരു എവർഗ്രീൻ ചിത്രം ഉണ്ടല്ലോ, വിണ്ണയെ താണ്ടി വരുവായം. അത്തരം സിനിമകളുടെ ഒരു നിരയിലേക്ക് വയ്ക്കാവുന്ന ഒരു സിനിമ കിടിലം. ഇത്തരം തമിഴ് സിനിമകളിൽ പലപ്പോഴും നായകനും നായികയും ഒരുമിപ്പിക്കാത്ത രീതിയിലാണല്ലോ എപ്പോഴും സിനിമ പറഞ്ഞു പോകുന്നത്. ഈ മലയാളികളും തമിഴരും തമ്മിലുള്ള ആ ഒരു പ്രണയത്തിൽ എപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാധനം തരുന്നുണ്ടെങ്കിൽ പോലും ഒരു ഹാപ്പി എൻഡിങ് ആണ് ഈ സിനിമ നമുക്ക് നൽകുന്നത്. പൊതുവേ ഇത്തരം സിനിമകളിൽ പലപ്പോഴും നായകനും നായികയും ഒരുമിക്കാതെ വേർപിരിയുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടെങ്കിലും ആ ഓർമ്മകളെ കൂടി ഈ ചിത്രം ഒന്ന് ഉണർത്തി പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ജീവൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സംഗീതം തന്നെയാണ്. ഹെയ് അബ്ദുൾ വഹാബിൻ്റെ മ്യൂസിക്, പശ്ചാത്തല സംഗീതവും സിനിമയെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ ആലപിച്ച പാട്ടും, അതോടൊപ്പം തന്നെ മനസ്സിൽ തട്ടുന്ന ഒരു താരാട്ട് പാട്ടും, കൺമണിയെ ഉറങ്ങാതെ എന്ന് പറയുന്ന തുടങ്ങുന്ന നല്ല രസമുള്ള പാട്ടുകൾ ഒരുപാടുണ്ട്. ഒരു 10, 14 പാട്ടുണ്ട് കേട്ടോ. അർജുൻ ദാസിൻ്റെ ഒരു ഹാൻസം ലുക്കും, ആദിത്യ ശങ്കറിൻ്റെ ആ ഒരു നാച്ചുറൽ അഭിനയവും, ഒപ്പം രണ്ടാം പകുതിയിൽ കടന്നു വരുന്ന നമ്മുടെ സോനയുടെ പെർഫോമൻസും മികച്ചത് തന്നെയാണ്. ഇവരുടെ ആ ഒരു കെമിസ്ട്രി വളരെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ തോന്നുന്ന ഒരു സാധനമുണ്ട്. ആകപ്പാടെ ഒരൊറ്റ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ഒരു ക്രിഞ്ച് സാധനം. ആ ഒരു ക്ലൈമാക്സിനെ അടുപ്പിച്ച് പള്ളിക്കകത്തുള്ള ഒരു ഫൈനൽ കട്ടിൽ ആ ഒരു സാധനം മാത്രമാണ് എനിക്ക് അല്പം ക്രിഞ്ചായിട്ട് തോന്നുന്നത്. ഇതൊരു സ്ലോ പേസ് ചിത്രമായതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സാധനം ആസ്വദിക്കണമെങ്കിൽ ക്ഷമയോടുകൂടി ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ രസമുള്ള, കാണാൻ സുഖമുള്ള ഒരു പ്രണയ ചിത്രം. നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ പ്രണയ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു കിടിലം സിനിമയാണ് വൺസ് മോർ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. താങ്ക് യു.